ഹേ ഗൈസ്, ഞാൻ പിന്നെ വന്നു. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഫ്രീ എപ്പിക്കിന് അതുപോലെ തന്നെ ഷോർട്ട് ടൈം ബാക്കിന്റെ ഫ്രീ ട്രൈയും അതിന്റെ കൂടെ തന്നെ ഒരു ഫ്രീ സെലക്ഷൻ കോൺട്രാക്ട്, ഒരു 10 ഹൈലൈറ്റ് കാർഡ് അടങ്ങുന്ന ഒരു പാക്കിന്റെ സെലക്ഷൻ കോൺട്രാക്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ നോയ്സ് ഉണ്ടാവും, അത് എന്തായാലും ക്ഷമിക്കുക. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഫ്ലമെങ്കോന്റെ പാക്ക് പോലെ ഒന്നിൽ കൂടുതൽ ഫ്രീ ട്രൈ ആയിട്ട് ഒരു പാക്ക് തന്നെയായിരുന്നു ഈ ഒരു ഹൈലൈറ്റ് കാർഡിന്റെ പാക്ക് എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ കൊണാമി അതിന് നിന്നില്ല. എന്തായാലും ഒരു സെലക്ഷൻ കോൺടാക്ട് മാത്രമായതുകൊണ്ടാണ് ഇതിൽ ഏത് പ്ലെയറിനെ എടുക്കണം എന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ. പിന്നെ അത്രയും നല്ല പാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ വീഡിയോയിലോട്ട് നോക്കുന്നതായിരിക്കും. നമുക്ക് എന്നാലും ഏറ്റവും ലീസ്റ്റ് റേറ്റിംഗ് ഉള്ള ഈ ഒരു പ്ലെയറിൽ തന്നെ തുടങ്ങാം. അത് തന്നെ ഉംബാവ സമാട്ട. ഇതിലൊക്കെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. സോ ഒരു ഗോൾ പർച്ചർ CF ആണ്. അത്യാവശ്യം സ്കിൽസ് ഒക്കെ കുറവാണ്. വേണ്ടുന്ന സ്കിൽസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട്, 1 ടച്ച് പാസ് ഉണ്ട്, അതൊക്കെ യൂസ്ഫുൾ ആണ്. അത്യാവശ്യം സ്പീഡും കിക്കിംഗ് പവറൊക്കെ ഉള്ള ഒരു കാർഡാണ്. ഇൻകൺസിസ്റ്റന്റ് ഫോം ആണെന്നുള്ളതാണ് വേറൊരു പ്രശ്നം. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ക്വാഡിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയില്ല, കാരണം ഇതിനേക്കാൾ മികച്ച വേറെയും CF കാർഡുകൾ ഈ ഒരു പാക്കിൽ തന്നെയുണ്ട്. സോ അടുത്തത് ലൈഫ് ഫോസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു CF കാർഡാണ്. ഗോൾ പൗച്ചർ ആണ്. സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഈ 2 സ്കിൽസ് മാത്രമേ ഇതിന് കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ എന്തിനാണ് ഫ്രീ തരുന്നതെന്ന് കൊണാമിക്ക് പോലും അറിയില്ല. സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീക്ക് ഫുട്ടും അത്യാവശ്യം പക്കയാണ്, സ്റ്റാൻഡേർഡ് ഫോം ആണ്. വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കളയാം. അടുത്തത് ബിസോമ. നമുക്ക് ബിസോമ എന്ന് വിളിക്കാം. ഒരു ബോക്സ് ടു ബോക്സ് സെന്റർ മിഡ്ഫീൽഡർ ആണ്. ആക്ച്വലി ഈ ഒരു കാർഡ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ്. പക്ഷേ സ്കിൽസ് ഒക്കെ കുറവാണ്. 1 ടച്ച് പാസ്, ത്രൂ പാസ്, അങ്ങനെയുള്ള പാസിംഗ് സ്കിൽസ് ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത്യാവശ്യം സ്റ്റാറ്റ്സ് ഒക്കെ ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് വരുന്ന സ്റ്റാറ്റ്സ് ആണ്. ട്രൈ നോക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ്. ഫോം സ്റ്റാൻഡേർഡ് ഫോം ആണ്, അത് വലിയ പ്രശ്നം ചാൻസ് ഇല്ല. എന്തായാലും ട്രൈ നോക്കാൻ പറ്റിയ ഒരു കാർഡ് തന്നെയാണ് ഈ ഒരു DMF കാർഡ് എന്ന് പറയുന്നത്. അടുത്തത് സിമോൺ അഡിംഗ്ര. ഒരു റോമിംഗ് ഫ്ലാങ്ക് കാർഡാണ്. 2 വിങ്ങിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ്. റൈറ്റ് ഫൂട്ടർ ആണ്. സോ ലെഫ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ വീക്ക് ഫുട്ട് ചെറിയൊരു ഇഷ്യൂ ആണ്. സോ നിങ്ങൾ ലെഫ്റ്റ് വിങ്ങിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അത്യാവശ്യം പറഞ്ഞ സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് എത്ര പേര് ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്ന അറിയില്ല. എന്നാലും ട്രൈ നോക്കാൻ പറ്റിയൊരു യങ് കാർഡ് തന്നെയാണ് സിമോണിന്റെ ഈ ഒരു കാർഡ്. അടുത്തത് ഹാനിബൽ മജ്ബ്രി. ഇത് ഈ ഒരു കാർഡിൽ ഒരു അണ്ടർ റേറ്റഡ് ജമ്മായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാർഡാണ്. ഒരു ഹോൾ പ്ലെയർ കാർഡാണ്. നമുക്ക് വേണമെങ്കിൽ ട്രെയിൻ ചെയ്തിട്ട് LMF, SS, CF ആയിട്ടൊക്കെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. അത്യാവശ്യം സ്കിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത്യാവശ്യം സ്പീഡും കിക്കിംഗ് പവറും അതുപോലെ തന്നെ ഒരു മിഡ്ഫീൽഡർക്ക് വേണ്ടുന്ന അത്യാവശ്യം സ്റ്റാറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പലരും കളിപ്പിച്ച് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു കാർഡാണ് മെജ്ബ്രിന്റെ ഈ ഒരു കാർഡ്. സോ ഇതും നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ നോക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ്. അടുത്തത് വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം സാദിയോ മാനയുടെ ഒരു കാർഡാണ്. 33 വയസ്സായ ആൾക്ക്. പ്രൊലിഫിക് വിങ്ങറാണ് പ്ലേ സ്റ്റൈൽ വരുന്നത്. അത്യാവശ്യം വേണ്ട സ്കിൽസും സ്റ്റാറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൈസിംഗ് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാനയുടെ ഒരു കാർഡ് വേണമെന്നുള്ളവർക്ക് തീർച്ചയായും കളിപ്പിച്ച് നോക്കാൻ പറ്റിയ ഒരു കാർഡ് തന്നെയാണ് സാദിയോ മാനയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ റിയാദ് മഹറസിന്റെ. ഇതും ഒരു പ്രൊലിഫിക് വിങ്ങർ കാർഡാണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിലൊക്കെ നിങ്ങൾ കളിപ്പിക്കണമെങ്കിൽ പൊസിഷൻ ബൂസ്റ്റർ കൊടുക്കേണ്ടി വരും. അത്യാവശ്യം വേണ്ട സ്കിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ടച്ച് ഇല്ല, അതാണ് മറ്റൊരു പ്രശ്നമായിട്ടൊന്നും കൂട്ടേണ്ട. അത് നിങ്ങൾ ജസ്റ്റ് ട്രെയിൻ ചെയ്താൽ മതി. പിന്നെ അത്യാവശ്യം വന്ന് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പീഡ്, കിക്കിംഗ് പവർ. പക്ഷേ ഡ്രിബ്ലിംഗ് അത്ര സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നേരത്തെ ഒരു നോമിനേറ്റിംഗ് കോൺട്രാക്ട് പാക്കിൽ ഞാൻ ഒരു കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാർഡിന്റെ അത്ര ഒരു സ്മൂത്ത് ആയിട്ട് എനിക്ക് ഈ ഒരു കാർഡ് തോന്നിയിട്ടില്ല. എന്തായാലും നിങ്ങൾ എടുത്തു നോക്കുക, ട്രൈ നോക്കുക. അടുത്തത് ഈ ഒരു ബാങ്കിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നമ്മുടെ വിക്ടർ ഓസിമന്റെ ഈ ഒരു CF ഗോൾ പൗച്ചർ കാർഡാണ്. നേരത്തെ ഒരു ഗലാത്തസറേന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഒരു ഹൈലൈറ്റ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ കാർഡിനെ കാട്ടി സ്പീഡ്, കിക്കിംഗ് പവർ അതുപോലെ ചില ആട്രിബ്യൂട്ട്സിൽ കുറച്ച് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് 2 കാർഡിനും. അപ്പോൾ ആ ഒരു കാർഡ് ഇല്ലാത്തവർ എന്തായാലും ഈ ഒരു കാർഡിലേക്ക് നോക്കുക. അത്യാവശ്യം വേണ്ട സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡബിൾ ടച്ച്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് അങ്ങനെയുള്ള സ്കില്ലൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. എന്നാലും അത്യാവശ്യം നല്ല പെർഫോം ചെയ്യുന്ന ഒരു കാർഡ് തന്നെയാണ് ഓഷിമന്റെ ഈ ഒരു കാർഡ്. അപ്പോൾ എടുത്തൊരു അഭിപ്രായം പറയാം, എടുക്കാത്തവരാണെങ്കിൽ എടുത്ത് തീർച്ചയായും കളിപ്പിച്ച് നോക്കേണ്ട ഒരു കാർഡ് തന്നെയാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. അടുത്തത് മുഹമ്മദ് സലാഹിന്റെ ഈ ഒരു പ്രൊലിഫിക് വിങ്ങർ കാർഡ്. മുഹമ്മദ് സലാഹിന്റെ അധികം ഹോൾ പ്ലെയർ അല്ലെങ്കിൽ റോമിംഗ് പ്ലാൻ കാർഡാണ് ഞാൻ അധികം കളിപ്പിച്ച് നോക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു കാർഡ് കളിപ്പിച്ചിട്ട് അതിനേക്കാൾ ബെറ്റർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്നാലും നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. പ്രൊലിഫിക് വിങ്ങറിന്റെ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ റൺ ആയാലും അത്യാവശ്യം ബോൾ വിന്നിങ് ആണെങ്കിലും ക്രോസിംഗ് ആണെങ്കിലൊക്കെ എനിക്ക് അത്യാവശ്യം പക്കയായിട്ട് തോന്നിയിട്ടുണ്ട്. സ്പീഡിന്റെ കാര്യത്തിലൊന്നും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ടിയില്ല. ഷൂട്ടിങ് അല്ലെങ്കിൽ കിക്കിംഗ് പവറാണ് പുള്ളിയുടെ മെയിൻ പവർ എന്ന് പറയുന്നത്. ആ ഒരു റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് അടിക്കുന്ന അടിക്കൊക്കെ നല്ല പവറാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. സോ സലാൻ്റെ ഈ ഒരു കാർഡ് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അല്ലാത്തവർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിലവിലുള്ള കാർഡ് തന്നെ യൂസ് ചെയ്താൽ മതി. പെനാൽറ്റി ഗെയിമിൽ നിന്ന് തന്നിട്ടുള്ള റോമിംഗ് ഫ്ലാങ്ക് ഇപ്പോഴും നല്ല പെർഫോമൻസ് ചെയ്യുന്ന കാർഡാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ അഷ്റഫ് ഹക്കീമിയുടെ ഈ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് കാർഡ്.
സോറി, ഫുൾ ബാക്ക് ഫിനിഷർ കാർഡാണ്. സാധാരണ അറ്റാക്കിംഗ് ഫുൾ ബാക്കാണ് അധികം വരാറ്. എന്നാലും നിങ്ങൾക്ക് രണ്ട് വിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ബാക്ക് ആയിട്ടും ലെഫ്റ്റ് ബാക്ക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട സ്കിൽസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ മാൻ മാർക്കിംഗ്, ബ്ലോക്കർ അങ്ങനെയുള്ള സ്കിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സ്റ്റാറ്റ്സ് വൈസ് ഡിഫെൻസീവ് ആയിട്ട് അങ്ങനെ വലിയ സ്റ്റാറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ റീട്രെയിൻ ചെയ്യേണ്ടി വരും. സ്പീഡ്, ആക്സലറേഷൻ, കിക്ക് പവർ അതൊക്കെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ക്രോസിങ്ങിനുള്ള സ്റ്റാറ്റ്സ് ഒക്കെ പക്കയാണ്. വീക്ക് ഫോർട്ടിന്റെ കാര്യത്തിന് വേറെ ഡൗട്ടൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് വിങ്ങിലും ഒരുപോലെ യൂസ് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു പാക്കിൽ വരുന്ന പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്ലേയേഴ്സൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പാക്കായിരുന്നു. പിന്നെ എന്തിനാണ് കൊണാമി ഒരു കാർഡ് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തെന്നും അറിയില്ല. ഏതായാലും നിങ്ങൾക്ക് ഇതിൽ ആര് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ ഈ അക്കൗണ്ടിൽ എന്തായാലും ചൂസ് ചെയ്യുന്നത് ഓഷിമെന്റെ ഈ ഒരു കാർഡാണ്. കാരണം എൻ്റെ കയ്യിൽ നേരത്തെയുള്ള ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ്, അതിന് സ്കിൽസും കാര്യങ്ങളൊക്കെ കുറവാണ്. മാത്രമല്ല 97 98 അങ്ങനെയാണ് റേറ്റിംഗ് വരുന്നത്. സോ ഞാൻ ആ കാർഡ് എന്തായാലും എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് അണ്ടർ റേറ്റഡ് ആയിട്ട് ഈ ഒരു മെജ്ബ്രീൻ്റെ ഈ ഒരു കാർഡ് കൺസിഡർ ചെയ്യാം. ഹോൾ പ്ലെയർ ആണ്. ബാക്കി എല്ലാ കാർഡും ഒരു സാധാരണ എങ്ങനെയാണോ ഒരു ഹൈലൈറ്റ് കാർഡ് വരുന്നത് ആ ഒരു ലെവലിൽ തന്നെയാണ്. ഈ താഴെ രണ്ട് കാർഡുകൾ നിങ്ങൾ ദയവേത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ കാർഡും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് എങ്കിലും ചെയ്യാം. സോ നമ്മൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എടുത്ത പ്ലേയേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.